എൻ്റെ മുടി അങ്ങനെ നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര എനിക്ക് വലിയ കോൺഫിഡൻറ്റ് കൂട്ടി. അപ്പോൾ ഇത് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ഷോപ്പായിരുന്നു. റേറ്റ് വരുന്നത് ശരിക്കും നമ്മുടെ മുടിയുടെ ലെങ്ത് അല്ല, നമ്മുടെ ഉള്ളനുസരിച്ചിട്ടാണ്. നെഗറ്റീവായിട്ട് എനിക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത്. അതായത് നേരിട്ട് ഇങ്ങനെ ഡയറക്റ്റ് അല്ല, അതെങ്കിൽ വീഡിയോ എടുത്തിട്ട് അതിൽ ഓൺ വോയിസ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ബോട്ടോക്സ് ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാനാണ്. അതാണ് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് വന്നത്. അപ്പം ഞാനിപ്പം ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞ ജനുവരിയിലാണ് ചെയ്തത്. ഇപ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആവാറ് 6 മാസം ഏകദേശം കഴിഞ്ഞു. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. ഇപ്പം ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. ബോട്ടോക്സ് എന്നല്ല, എന്തായാലും ഇപ്പം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ബോട്ടോക്സ്, കെരാറ്റിൻ, സ്മൂത്തനിങ്, സ്ട്രെയിറ്റ്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ വന്നത്. അപ്പം എൻ്റെ ഒരു ചെറിയൊരു ഹെയർ സ്റ്റോറി ഞാൻ പറയാം. ജസ്റ്റ് ഒരു മിനിറ്റോടെ തീർക്കാം. ഞാൻ +1 പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വോളിമൈസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. അപ്പം എൻ്റെ കേളി ഹെയർ ആണ്, എനിക്ക് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടി ഞാൻ ചെയ്തു. ചെയ്യാൻ വേണ്ടി പോയിട്ട് പിന്നെ എന്തോ അമ്മ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ വോളിമൈസ് ആണ് ചെയ്തത്. അപ്പം എൻ്റെ മുടി ഓൾറെഡി കേളിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം എനിക്ക് വേണ്ടത് നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നിൽക്കുന്ന മുടി. അപ്പം അന്ന് അവർ ചെയ്ത് വോളിമൈസ് ആയത്. എൻ്റെ മുടി ഇങ്ങനെയുള്ള മുടി വീണ്ടും ഇങ്ങനെ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ കാവ്യമാധവൻ്റെ ഒക്കെ മുടി പോലെ ഇങ്ങനെ തിങ്ങി നടക്കും, അതുപോലെയായിരുന്നു. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും നല്ല മുടിയുണ്ട്. അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും നല്ല അത്യാവശ്യം നല്ല മുടിയായിരുന്നു. എൻ്റെ ചേച്ചിക്ക് 2 ചേച്ചിമാരുണ്ട്. അവർ 2 പേർക്കും നല്ല മുടി തന്നെയായിരുന്നു. അവർ 2 പേരും ഓൾറെഡി മുടിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് എന്താ എൻ്റെ മുടിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടത് ചെയ്തത്. അപ്പോൾ വോളിമൈസ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ഒരു ഇതല്ലല്ലോ, സ്മൂത്തനിങ് അല്ലല്ലോ. വോളിമൈസ് പറഞ്ഞാൽ എന്താ, മുടി നമ്മളിങ്ങനെ കുറച്ച് വോളിയമായി നിൽക്കും, അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് എഫക്റ്റ് അല്ലല്ലോ. അപ്പോൾ പിന്നെ +1 അത് കഴിഞ്ഞിട്ട് അത് പിന്നെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കുമ്പോൾ 2nd ഇയർ ആണെന്ന് തോന്നുന്നു, പഠിക്കുമ്പോൾ വീണ്ടും ചെയ്യാൻ പോയി. അങ്ങനെ വീണ്ടും ചെയ്യാൻ പോയിട്ട് വീണ്ടും ചെയ്തു. അത് സ്ട്രെയിറ്റനിങ് ചെയ്തു. പക്ഷെ അത് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായി. കാരണം സ്ട്രെയിറ്റനിങ് എന്താ ഒരുമാതിരി ഡ്രൈ ആയ അവസ്ഥ. ഒരാൾ കണ്ട നമ്മൾ അയേൺ ചെയ്ത പോലെ. അതെനിക്ക് ശരിക്കും നാച്ചുറലായിട്ട്, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, നാച്ചുറലായിട്ട് തോന്നും. നമ്മുടെ മുടി പോലെ തന്നെ ഇരിക്കണം, അല്ലാതെ എക്സ്ട്രാ ഒരു അയണിങ് ചെയ്താൽ കണ്ടാലും ചെയ്തു എന്നുള്ളൊരു തോന്നലും അല്ല എനിക്കും വേണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തപ്പോൾ ഒരുമാതിരി ഡ്രൈ, ഒരു രസവും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. കാരണം ഒരുമാതിരി ഡ്രൈ അയേൺ ചെയ്തൊരു ഫീല്. പിന്നെ മുടി കൊഴിച്ചലും. ആ സമയം നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നേരെ നമ്മളെ കെയർ എങ്ങനെ ചെയ്യേണ്ട പോലും അറിയില്ല. അപ്പം മുടി കൊഴിച്ചലും ഡ്രൈയും ഡാൻഡ്രഫും ഒക്കെ ആയിട്ട് പിന്നെ അതങ്ങനെ പോയി. പിന്നെ എൻ്റെ പഴയ മുടിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ ചെയ്തു. അത് ഇയർ ടു ഇയർ, അതായത് ഈ ഒരു പോർഷൻ മാത്രം ചെയ്തു. അതിന് 1000 രൂപ അങ്ങനെ ഉള്ളൂ. അപ്പം ഞാൻ അത് ചെയ്തിട്ട് പിന്നെ അത് നല്ല രസം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം മുന്നിൽ മാത്രം എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അത് പിന്നെ കുറേ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തതേ ഇല്ല. കുറേ നാളിന് ശേഷം ഒന്നും ചെയ്തില്ല. എൻ്റെ പഴയ മുടി തന്നെയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കും. എല്ലാത്തിനും നെഗറ്റീവ് എഫക്റ്റ് നമുക്കറിയാം. മുടി കൊഴിയും, ഡാൻഡ്രഫ് ഉണ്ടാവും, എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം, നമുക്ക് അങ്ങനത്തെ ഒരു മുടി വേണം, ഒരു രസം. കേളി ഹെയർ ഉള്ളവർക്ക് അധികവും ഇങ്ങനത്തെ ഒരു മുടി വേണം എന്നായിരിക്കും ആഗ്രഹം. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ അത് ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു വേണം, നിങ്ങൾക്ക് കേളി ഹെയർ തന്നെയാണ് ചേരുന്നത് അങ്ങനെ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും എൻ്റെ കേളി ഹെയർ തന്നെ ഇഷ്ടം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ മുടിയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ പിന്നെ കുറേ നാൾ ചെയ്തേയില്ല. പിന്നെ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ കല്യാണ സമയത്ത് തോന്നി. അപ്പോൾ എല്ലാവരും പറഞ്ഞു കല്യാണത്തിന് ചെയ്യേണ്ട, കാരണം നമ്മൾ ബ്യൂട്ടീഷ്യനൊക്കെ നമുക്ക് മുടിക്ക് അത് ചെയ്യുമ്പോൾ വീണ്ടും സ്മൂത്തനിങ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കേളിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് എപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തു. എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത്ര ആക്കി. അത് ഞാൻ മനസ്സറിഞ്ഞ് ചെയ്തതല്ല. ഞാൻ ഓൾറെഡി കല്യാണത്തിന് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര മുടിയുടെ ഇത്രയും ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് കുറേ നാളെ ആ മുടി കൊണ്ട് നടക്കുന്ന വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ടൂർ പോകുമ്പോൾ ഒന്ന് സ്റ്റൈലാവാൻ ഹെയർ കട്ട് അടിക്കാൻ വെച്ചിട്ട് ലെങ്ത്ത് കുറക്കാതെ അടിക്കാൻ വെച്ച് പോയി. അവരോട് ഞാൻ അത്രയും പറഞ്ഞു, എൻ്റെ കളർ ചെയ്തതൊക്കെ അവിടെ വെക്കണം, കുറച്ച് മാത്രം മുറിച്ചാൽ മതി. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിൽ കണ്ടില്ല അവർ മുറിക്കുന്നത്. മുറിച്ചപ്പോൾ ഇത്ര മുറിച്ചു.
എനിക്ക് ഒരുപാട് സങ്കടമായി. എൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ മുടി. സത്യം പറഞ്ഞാൽ ഓരോരാൾക്ക് ഡ്രസ്സായിരിക്കും, ഓരോരാൾക്ക് മുടിയായിരിക്കും. എനിക്ക് എൻ്റെ കോൺഫിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മുടി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേളി ഹെയർ എന്തോ കോൺഫിഡൻസ് അല്ല. കാരണം അത് കെട്ടുമ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ബേബി ഹെയറൊക്കെ വന്നിട്ട് ഇങ്ങനെ പറന്നൊരു പോലെ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മുടി കെട്ടാൻ തന്നെ ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മുടി ആഗ്രഹിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുടി ഇത്ര മുറിച്ചപ്പോൾ പക്ഷെ അത് ഭംഗിയായിരുന്നു. കേളി ഹെയർ ഇത്ര പോലെ ലെയർ. പക്ഷെ എനിക്ക് കുറേ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് എൻ്റെ പഴയ മുടി ഓർത്ത് സങ്കടമായി. എനിക്ക് വല്ലാത്ത ഒരു വിഷമം. കാരണം ഞാൻ തടിയുള്ള ഒരാളാണ്. ശരിക്കും തടിയുള്ളവർക്ക് ലോങ് ഹെയർ ആണ് ഏറ്റവും നല്ല. ഷോർട്ട് ഹെയർ ആകുമ്പോൾ വീണ്ടും അവരെ തടി തോന്നിക്കുകയേ ചെയ്യുള്ളൂ. അപ്പം പിന്നെ എനിക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോഴും എല്ലാം ഒരു കോൺഫിഡൻസ് പോയി. അപ്പം പിന്നെ ഞാൻ എറണാകുളത്ത് പോയി, എൻ്റെ ചേച്ചിമാരവിടെ. അപ്പോൾ അവിടെ പോയപ്പോൾ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ചെയ്യണമെന്ന്. പക്ഷേ ലാസ്റ്റ് നിമിഷം അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യണം. കാരണം എനിക്ക് ഇത്ര പോലെ മുടിയേ ഉള്ളൂ. ഇപ്പം എൻ്റെ കോൺഫിഡൻസിലേക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ല മുടിയില്ലാത്തതുകൊണ്ട്. അപ്പം എന്തായാലും സ്മൂത്തിനിങ് ചെയ്യുമ്പോൾ ഇത്ര ആവുമല്ലോ, ലെങ്ത്ത് കൂടും. ഇത്ര കേളി ഹെയറിൽ ഇത്ര വലിയുമ്പോൾ ഇത്ര ലെങ്ത്ത് കൂടും. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആ ഒരു ഉദ്ദേശമില്ല, ലെങ്ത്ത് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും സ്മൂത്തിനിങ് ചെയ്യാം. അങ്ങനെ എറണാകുളത്ത് എന്നാണ് ചെയ്തത്. ഞാൻ ആദ്യമേ നിന്നോട് പറയാം, നമ്മൾ ഒരിക്കലും ഓഫർ നോക്കിയിട്ടോ പിന്നെ പരിചയത്തിലുള്ളവർ ഇത്ര ചെറിയ പൈസയ്ക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പോയി ചെയ്യരുത്. കാരണം നമ്മൾ നല്ലൊരു സലൂണിൽ പോയി തന്നെ ചെയ്യണത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച മുടി കിട്ടുള്ളൂ. ഈ ഓഫറെ പോയി ചെയ്താലും നമുക്ക് അറിയുന്ന ചെറിയ പൈസയ്ക്ക് ചെയ്താലും നമുക്കൊരു എഫക്റ്റ് കിട്ടില്ല. അവർ സാധാ സ്ട്രെയിറ്റനിങ് പോലെ ചെയ്തു തരും. ഒരു അയണിങ് ചെയ്തൊരു ഫീലാണ്. അപ്പം ഞാൻ ചെയ്തത് എറണാകുളത്തുള്ള ഒരു സലൂണിലാണ്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പേര് എഴുതാം. ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ചെയ്തു. കല്യാണത്തിന് മുന്നേ കളറിംഗ് ഒക്കെ ചെയ്ത് അവിടെ നിന്നായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും സ്മൂത്തനിങ്ങും ഇതുപോലെ ബോട്ടോക്സ് ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. ചേച്ചിയൊക്കെ ഒരുപാട് വർഷമായിട്ട് ഈ സ്മൂത്തനിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കേളി ഹെയർ ആയിരുന്നു. അപ്പോൾ അവർ സ്മൂത്തനിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അവിടെ പോയി ചെയ്തു. റേറ്റ് വരുന്നത് ശരിക്കും നമ്മുടെ മുടിയുടെ ലെങ്ത് അല്ല, നമ്മുടെ ഉള്ളനുസരിച്ചിട്ടാണ്. നമുക്ക് എത്രത്തോളം ഉള്ളുണ്ടോ അതിനനുസരിച്ച് റേറ്റ് വരും. അപ്പം എൻ്റെ മുടിക്കും ശരിക്കും 12,000 അതായത് ഷാമ്പൂ കണ്ടീഷണറും എൻ്റെ മുടിക്ക് ചെയ്യാനും ടോട്ടൽ 12,000 രൂപയായി. ശരിക്കും ആ പരിചയത്തിൻ്റെ പേരിൽ കുറച്ചത്. കാരണം എൻ്റെ മുടി ഭയങ്കര ഉള്ളുള്ള മുടിയാണ്. അപ്പം ശരിക്കും 15,000 ഒക്കെ ആവും. അവരൊരു പരിചയത്തിൻ്റെ പേരിൽ അങ്ങ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ട് ഓഫർ അല്ല, അവർ പരിചയത്തിൻ്റെ പേരിൽ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാൻ പോയി, ചെയ്തു. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഡ്രീം ഹെയർ കിട്ടി എനിക്ക്. സത്യം ഞാൻ ഇതുവരെ 3 പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഹെയർ അല്ല കിട്ടിയത്. ഇത് എന്നെ അറിയാത്തവർ എന്നെ കാണുവാണെങ്കിൽ എൻ്റെ ഒറിജിനൽ ഹെയർ ആണ് ഇതെന്ന് വിചാരിക്കുള്ളൂ. എന്നോട് എല്ലാവരും പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിന്റെ ഹെയർ ആണ് ഇത് വിചാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നിനക്ക് കേളി ഹെയർ ഉണ്ട് എന്ന് ആർക്കും തോന്നും. കാരണം എൻ്റെ ഒറിജിനൽ മുടി പോലെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ശരിക്കും അയൺ ചെയ്തൊരു ഫീല് എന്തെങ്കിലും ചെയ്തൊരു തോന്നും. പക്ഷെ നിന്റെ മുടി കാണുമ്പോൾ നാച്ചുറലായിട്ട് ഇത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യം. എനിക്കത് കിട്ടി. എനിക്ക് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇത്രയും നാളെ ഞാൻ ആശിച്ച് ചെയ്തിട്ടും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ഇത്രയും കൊല്ലത്തിന് ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിച്ച എൻ്റെ മുടി കിട്ടി. അപ്പം എന്നെ അറിയാത്തവർക്ക് എൻ്റെ ഒറിജിനൽ മുടിയെന്ന് തോന്നില്ല. എന്നെ അറിയുന്നവർക്ക് പിന്നെ അറിയാം എനിക്ക് കേളി ഹെയർ ആയിരുന്നു. അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മുടിക്ക് ചെയ്തത്. എൻ്റെ മുടി അങ്ങനെ നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര എനിക്ക് വലിയ കോൺഫിഡൻറ്റ് കൂട്ടി. അപ്പോൾ ഇത് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ഷോപ്പായിരുന്നു. ഇവിടെ പോയപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഞാൻ പോകും. കാരണം വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ സാധാരണ എൻ്റെ മുടിയാണെങ്കിൽ എനിക്ക് 10-15 മിനിറ്റ് ഒന്നും പോരാ ശരിക്കും മുടി കെട്ടാൻ തന്നെ. പക്ഷെ ഇതെന്താ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് സെറം തേക്കുക, മുടിക്ക് തേക്കുക, ജസ്റ്റ് ഒന്ന് മുടി ചീർപ്പുകൊണ്ട് ഇങ്ങനെ ആക്കുക, പോവുക. വേറെ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇപ്പം ഈ 6 മാസം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിയിട്ട് പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല. നമ്മൾ കേളി ഹെയറൊക്കെ അയച്ചിട്ട് പോയാൽ പ്രേതം പോലെ ഇരിക്കും. പക്ഷെ ഇതെന്താ ഒരു കുഴപ്പം, നല്ല ഒതുങ്ങി കിടക്കും. പിന്നെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എനിക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നാണ്. സത്യം പറഞ്ഞാൽ ഇനിയും ഞാൻ ഈ മുടി ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. ഇത് പോയി കഴിഞ്ഞാൽ ശരിക്കും 60 വാഷാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 കൊല്ലം വരെയൊക്കെ നിൽക്കും. പക്ഷെ സാധാരണ ഒരു കണക്ക് വെച്ചാൽ 60 വാഷാണ്. അപ്പം 1 കൊല്ലം വരെയൊക്കെ നിൽക്കുന്നവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ 60 വാഷ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ കുളിക്കുന്നത് വെച്ചാൽ 4ാമത്തെ ദിവസം കുളിക്കും. അതായത് 3 ദിവസം കുളിക്കില്ല, 4ാമത്തെ ദിവസം കുളിക്കും. അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത്.
എല്ലാ ദിവസവും കുളിക്കരുത്, 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം കുളിക്കുക. അധികം നിങ്ങൾ നീണ്ടുപോയത്, കാരണം അധികം നീണ്ടാൽ നമുക്ക് ഇറിറ്റേഷൻ വരും. കാരണം അറിയാലോ, നമ്മൾ എന്തായാലും നമ്മൾ സ്മൂത്തനിങ് ചെയ്യുമ്പോഴും എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് ഡാൻഡ്രഫ് നമുക്ക് ചെയ്തവർക്കൊക്കെ അറിയാം. ഡാൻഡ്രഫ് ഉണ്ടാവും, മുടി പൊഴിച്ചലുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബോട്ടോക്സിൽ എന്ന് വെച്ചാൽ ഞാൻ അവിടെ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയത്, പക്ഷെ അവരെനിക്ക് സജസ്റ്റ് ചെയ്തു ബോട്ടോക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നല്ലോണം കെയർ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്തു, ഇനി നമ്മൾ ഇത്രയും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഇനി നമ്മൾ എന്തിനാ മുടി നോക്കുന്നത്, ഇത്രയും പൈസ നമ്മൾ ചെയ്തില്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇത്രയും പൈസ നമുക്ക് ചിലവായി, അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം, അങ്ങനെ വേണം വിചാരിക്കാൻ. അപ്പോൾ എന്താ കെയർ ചെയ്യുന്ന ഉദ്ദേശിച്ചത് എന്താ, നമ്മൾ അവർ നമുക്ക് സലൂണിൽ നിന്നൊരു ഷാമ്പൂ കണ്ടീഷണറും പറയും. അല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വേറെ ബ്രാൻഡും വാങ്ങാം. എനിക്ക് അവർ സലൂണിൽ നിന്ന് ഷാമ്പൂ കണ്ടീഷണർ തന്നിട്ടുണ്ട്. ഞാൻ അത് തന്നെയാണ് ഈ 6 മാസം ഉപയോഗിച്ചത്. എനിക്ക് ആ ഷാമ്പൂ കണ്ടീഷണർ എനിക്ക് എൻ്റെ ഫേവറേറ്റാണ്. കാരണം എൻ്റെ മുടിക്ക് പറ്റിയതാണ് അവരെനിക്ക് തന്നത്. ഇപ്പോൾ ഓയിലി ഹെയർ ഉള്ളവർക്കും ഡ്രൈ ഹെയർ ഉള്ളവർക്കും വേറെ വേറെയാണ്. എൻ്റെത് അത്യാവശ്യം ഡ്രൈ ഹെയർ ആയതുകൊണ്ട് എനിക്ക് പറ്റിയ ഷാമ്പൂ കണ്ടീഷണർ അവർക്ക് എനിക്ക് തന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ലാസ്റ്റ് എൻ്റെ ഷാമ്പൂ കണ്ടീഷണർ കാണിച്ചു തരാം. എൻ്റെ ചേച്ചിക്ക് നേരെ മറിച്ച് ഓയിലി ഹെയർ, അപ്പം ചേച്ചിക്ക് ഇത് പറ്റില്ല. അവർ അതുകൊണ്ട് ലോറിയലിലെ ഒരു ഷാമ്പൂ കണ്ടീഷണറായിരുന്നു അവർ ചേച്ചിക്ക് കൊടുത്തത്. അപ്പം അങ്ങനെ പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ മുടി കൊഴിയുന്നുണ്ടായിരുന്നു. എൻ്റെ മുടി മുന്നേ കൊഴിയുന്നുണ്ടായിരുന്നു. അത് എൻ്റെ കേളി ഹെയർ ഉള്ള സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്, ഹോസ്റ്റലിൽ അറിയാമല്ലോ വെള്ളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒക്കെ മുടി ഒരുപാട് കൊഴിയും. പക്ഷെ ഞാൻ വീട്ടിലാ വരുന്നെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കും, എണ്ണ തേച്ചിട്ടൊക്കെ കുളിക്കും, നല്ല വെള്ളം, മുടി കൊഴിയത്തേയില്ല. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ മുടി ചീകാതെ വെച്ചാൽ, നമ്മൾ 2 ദിവസമൊക്കെ ചീകാതെ വെച്ചാൽ, നമ്മൾ ചീകുമ്പോൾ ഇത് സിൽക്കി ഹെയർ അല്ലേ, നമ്മൾ ഇതിൽ ചീകുമ്പോൾ എന്താ മുടി പൊട്ടിപ്പോവും, അങ്ങനെയാണ് ഈ കൊഴിയുന്നത്. പിന്നെ നമ്മുടെ ഫുഡ്, നമ്മളിപ്പോൾ മുടി കൊഴിയുമ്പോൾ നമ്മൾ പറയും ഇത് ബോട്ടോക്സ് ചെയ്തിട്ട് മുടി കൊഴിഞ്ഞു, അങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മുടെ ഫുഡും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ഞാൻ ഇപ്പോൾ ബഹ്റൈനിലാണുള്ളത്. അപ്പം ബഹ്റൈനിൽ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചതിന് മുടിയൊക്കെ കൊഴിയും, കാരണം ഇവിടുത്തെ വെള്ളം ക്ലോറിൻ വാട്ടർ. പക്ഷേ ഇവിടുന്ന് ആദ്യം വന്നപ്പോൾ ഫുള്ള് എൻ്റെ റൂമിലും ബാത്റൂമിലും ഫുള്ള് മുടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ ഞാൻ എന്ന് മുതൽ എൻ്റെ ഫുഡ് കറക്റ്റാക്കിയത്, മുട്ട, പാല്, പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ ഈ റൂമിൽ മുടിയോ ബാത്റൂമിൽ ഒരു മുടി പോലും ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി മുടി കൊഴിയും. എൻ്റെ സാധാരണ കേളി ഹെയറിൽ ഇത്ര കൊഴിയുമെങ്കിൽ, ഇത്ര പോലെ കൊഴിയെങ്കിൽ ഈ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത്ര കൊഴിയും. പക്ഷെ നമ്മൾ ഫുഡ് അടിപൊളിയായിട്ട് കഴിച്ചത്, അതായത് നല്ല ഒരു രീതിയിൽ കഴിച്ച് നമ്മൾ മുടി കൊഴിച്ചൽ കുറയും. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു അനുഭവമാണ്. കാരണം ആദ്യം ഇവിടെ വന്ന ഫുള്ള് മുടിയായിരുന്നു എൻ്റെ, ഇപ്പം എൻ്റെ ഒരു മുടിയുമില്ല. കാരണം ഞാൻ എൻ്റെ ഫുഡ് അങ്ങനെയാണ്, മുട്ട കഴിക്കാറുണ്ട് ദിവസവും, പാല്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഇതൊക്കെ ഞാൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുടി കൊഴിച്ചിലും ഇല്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മുടി കൊഴിയുമ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഫുഡ് കൂടി നല്ല വൃത്തി കഴിച്ചാൽ മുടി കൊഴിച്ചിൽ കുറക്കാൻ പറ്റും. പിന്നെ നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്യണം, അതായത് നന്നായിട്ട് ചീകി വെക്കണം, എല്ലാ ദിവസവും നല്ലതായിട്ട് ചീകി വെക്കണം. കുളിക്കുന്നില്ലെങ്കിൽ നമ്മൾ സെറൊക്കെ തേച്ചിട്ട്, കുറച്ച് സെറം തേച്ചിട്ട് നന്നായിട്ട് ചീകിയിട്ട് കെട്ടി വെക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താ, നെഗറ്റീവായിട്ട് വേറെ ഒന്നും എനിക്ക് പറയാം. ഞാൻ ഇനി ഇത് ചെയ്യും. ഇപ്പം പിന്നെ ഒരു പോസിറ്റീവ് വശം എന്ന് വെച്ചാൽ, ഇപ്പം എന്നെപ്പോലെ ആയിരിക്കില്ല എല്ലാവരും. ഇപ്പം ഇത് ആരെങ്കിലും ചെയ്തു, അവർക്ക് എന്നെപ്പോലെ ഇഷ്ടപ്പെട്ടില്ല വിചാരിക്കും, ഇഷ്ടപ്പെട്ട് അബദ്ധമായിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പേടിക്കണം. ഇപ്പം സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് പഴയ മുടിയാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വീണ്ടും എടുക്കും. ഇവിടെ തൊട്ട് ഇത് ഫുള്ള് വളരുന്ന വരെ സമയം വേണം, എത്ര വർഷം എടുക്കും. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ 60 ഭാഷയിൽ നമ്മുടെ പഴയ മുടി കിട്ടും. അതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പം നല്ലതല്ലേ. ഇപ്പം എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ചെയ്തിട്ട് അബദ്ധമായി വിചാരിക്കുന്ന കുറേ പേരുണ്ടെങ്കിൽ അത് അവരുടെ അവർ കെയർ ചെയ്യുന്നതിൻ്റെയോ എന്തെങ്കിലും കൊണ്ട് അബദ്ധമായി വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു 60 ഭാഷയിൽ നമ്മുടെ പഴയ മുടിയാവും. നമ്മളിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക, ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യണം. കാരണം ഇപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ വേണ്ട വിചാരിക്കും. കുറേ കാര്യം നമ്മൾ തന്നെ വിചാരിക്കും അത് ചെയ്യണം. അത് ചെയ്താലേ നമ്മൾ ആഗ്രഹം തീരുള്ളൂ. അത് അങ്ങനെ തന്നെ. ഇപ്പം എന്നോട് കുറേ പേര് ചെയ്യണ്ട പറഞ്ഞാലും എൻ്റെ ആഗ്രഹവും അത് ചെയ്യുന്ന വരെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്താലേ എനിക്ക് പോവുള്ളൂ. അങ്ങനെ തന്നെയാണ്. ഇപ്പം എന്ത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടോ, നമ്മളത് ചെയ്താലേ നമ്മുടെ ആഗ്രഹം തീരുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്തു, അബദ്ധമായി വിചാരിച്ചാൽ 60 ഭാഷ കൊണ്ട് നമുക്കത് തീരും. മനസ്സിലായോ? നമ്മൾ മുടി ഇത്ര തൊട്ട് ഇത്ര വളരുന്നവരെ കാത്തു നിൽക്കണ്ട. 60 പ്രാവശ്യം നമ്മൾ പഴയ മുടി. അതാണ് ബോട്ടോക്സിൻ്റെ വേറൊരു പ്രത്യേകത.
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോട്ടോക്സ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയും ധൈര്യമായിട്ട് ചെയ്തോ. നമ്മൾ കെയർ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് ഫുഡും നമ്മൾ മുടിയൊക്കെ നല്ല കെയർ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി അഥവാ ആർക്കും ചെയ്ത് അബദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ 60 വാശിയെ നമ്മൾ പഴയ മുടിയാവും. പിന്നെ പൈസ അത്യാവശ്യം ഉണ്ട്. അപ്പം നിങ്ങൾ പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഞാനും കുറേ പൈസ മാറ്റി മാറ്റി വെച്ച് ചെയ്തതാണ്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അത്രയേ ഉള്ളൂ എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ മുടി ഇപ്പം 6 മാസം കഴിഞ്ഞിട്ടും എൻ്റെ മുടി ഒരു മാറ്റമുണ്ട്. ഇങ്ങനെയല്ല ഉണ്ടായത്. ആദ്യം ചെയ്തപ്പോൾ നല്ല സിൽക്കി ആയിരുന്നു. ഇപ്പോഴും കുറച്ച് 6 മാസം കഴിഞ്ഞൊരു മാറ്റം. ഇത്രയും കുളിച്ചില്ലേ. പിന്നെ ഇവിടെ കുറച്ച് മുടി വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഒടിവുണ്ട് ഇവിടെ. അല്ലാതെ അതുപോലത്തെ സിൽക്കി ഹെയർ ആണ്. എനിക്ക് ഈ മുടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് എവിടെ പോകുമ്പോഴും നല്ല നല്ല ഒന്നുമില്ല, ചെയ്യുക പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ കുളിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം കുളിക്കണം. ഒരുപാട് ഒരാഴ്ചയൊക്കെ കുളിക്കാതെ എന്നാൽ മുടി ഇറിറ്റേഷൻ വരും, നമുക്ക് ചൊറിയും, ഡാൻഡ്രഫ് കൂടി ചൊറിയും. അത് ചെയ്തവർക്കൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് ദിവസം കുളിക്കാതെ നമുക്ക് ഇറിറ്റേഷൻ, ചൊറിച്ചൽ, ഡാൻഡ്രഫൊക്കെ കൂടിയിട്ട് ഒരുമാതിരി അവസ്ഥയായിരിക്കും, പൊട്ടലൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം കുളിക്കുക. 3ാമത്തെ ദിവസം കുളിക്കാം. ഞാൻ എൻ്റെ ഒരു റൂട്ടീൻ 4ാമത്തെ ദിവസം കുളിക്കുക. ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ്. പിന്നെ ഷാമ്പൂ കണ്ടീഷനൊക്കെ നന്നായിട്ട് നല്ല ഉപയോഗിക്കും. നല്ല നിങ്ങളുടെ മുടിക്കനുസരിച്ച് ഡ്രൈ ഹെയർ ആണെങ്കിൽ ഡ്രൈ ഹെയറിന് പറ്റിയത്, ഓയിലി ഹെയർ ആണെങ്കിൽ ഓയിലി ഹെയറിന് പറ്റിയ ഷാമ്പൂ കണ്ടീഷൻ ഉപയോഗിക്കുക. നന്നായിട്ട് ചീകി എല്ലാ ദിവസവും നന്നായിട്ട് ചീകി വെക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇഷ്ടമുള്ള ആഗ്രഹമുള്ളവർ എന്തായാലും പോയി ചെയ്ത് നോക്കിക്കോ. അപ്പം അത്ര എനിക്ക് പറയും. ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ചെയ്യാത്തടത്തോളം ഇങ്ങനെ നമ്മുടെ മനസ്സിലാഗ്രഹം അങ്ങനെ നിൽക്കും. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ. കാണുന്നുണ്ടാവില്ലേ, കണ്ടീഷണർ QOD പ്രൊഫഷണൽ അർഗൻ ഷാമ്പൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 300 ml ആണ് ഷാമ്പൂ കണ്ടീഷണറും. നമ്മൾ കുറച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഞാൻ 6 മാസം ഉപയോഗിച്ചു. ഞാൻ വളരെ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉപയോഗിക്കാം. നല്ല പൈസ ഉണ്ട്, 3000 റുപ്യൻ്റെ എണ്ണം കൂടിയിട്ട്. അപ്പം ഞാൻ വളരെ കുറച്ച് കാണിച്ചു തരാം. ഇതിൽ നിന്ന് കാണിച്ചു തരുന്നില്ല, കാരണം ഇത് ഇവിടെ ഈ ബഹ്റിൽ ഇത് കിട്ടുമോ പോലെ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഷാമ്പു എടുക്കുന്നതാണെങ്കിൽ ഇത്ര പോലെ ഷാമ്പു, ഇത്ര ഷാമ്പു നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. കണ്ടീഷണറും ആ ഒരു അളവിൽ തന്നെ, ഒരുപാട് എടുക്കരുത്. കാരണം അവർ നമ്മോട് പറയുന്നുണ്ട് ഇത്രേ എടുക്കാൻ പാടുള്ളൂ, അത്ര എടുക്കണ്ടേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഇത് അതുകൊണ്ട് 6 മാസം ഇത് എനിക്ക് നിന്നു. 6 മാസം നിന്നു, മനസ്സിലായോ? അപ്പം എൻ്റെ ചേച്ചിക്ക് ഓയിലി ഹെയർ ആയതുകൊണ്ട് ചേച്ചി ഉപയോഗിച്ചത് ലോറിയലിൻ്റെ ഒരു ഷാമ്പൂവും കണ്ടീഷണറാണ്. അത് നിങ്ങൾ അവിടെ സലൂണിൽ പോയി പറഞ്ഞാൽ മതി, എൻ്റെ ഹെയർ ഇങ്ങനെയാണ്, അപ്പം എനിക്ക് പറ്റില്ല പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ നമുക്ക് തരും. അപ്പോൾ ഇത് എനിക്ക് അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ മുടിക്ക് പറ്റി തന്നെയാണ് അവർ എനിക്ക് തന്നത്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം എനിക്ക് ഈ ഷാമ്പൂവിൽ തന്നെ എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഡാൻഡ്രഫ് കൂടുതലുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ഡാൻഡ്രഫ് 3ാമത്തെ ദിവസം കുളിക്കാം. ഇപ്പം 3ാമത്തെ ദിവസം കുളിച്ചില്ല, 4ാമത്തെ ദിവസം കുളിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് ജസ്റ്റ് ഡാൻഡ്രഫ് വരും. അതെല്ലാവർക്കും അങ്ങനത്തെ, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഡാൻഡ്രഫ് എന്തായാലും ഉണ്ട്. നമ്മൾ കുളിച്ച് ഷാമ്പൂ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് കുളിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. എന്നാലും 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം ഡാൻഡ്രഫ് ഇങ്ങനെ വരും. അവരെന്നോട് പറഞ്ഞ ഡാൻഡ്രഫ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാക്സ് സീഡ് ഇല്ലേ, അതിൻ്റെ ജെല്ലൊക്കെ തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ തേച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ തേച്ചിട്ടൊന്നുമില്ല. അത് തേച്ച് നമ്മൾ ഡാൻഡ്രഫ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുടി ഒഴിച്ചൽ നല്ലോണം ഉണ്ടെങ്കിൽ അത് തേച്ചാൽ കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മുടി ഒഴിച്ചലും ഡാൻഡ്രഫൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. എല്ലാ ട്രീറ്റ്മെൻറ്റ് നമുക്കത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച ഷാമ്പൂ, കണ്ടീഷണർ, ഫുഡ് കെയർ ഇതൊക്കെ ചെയ്ത് നമുക്കതൊക്കെ കുറക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ അഥവാ കൊച്ചിയിലാണെങ്കിൽ ഞാൻ ചെയ്ത സലൂണ് അടിപൊളിയാണ്. കാരണം ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം അടിപൊളി സലൂണാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സലൂണ് പേര് പറയാം. നിങ്ങൾ ലൊക്കേഷൻ ഗൂഗിളിൽ ലൊക്കേഷൻ അടിച്ച് കിട്ടും. നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. ഇനി വേറെ ഏത് സ്ഥലത്തുള്ളവരാണ്, നിങ്ങളുടെ സ്ഥലത്ത് ഏതാണോ അടിപൊളി സലൂൺ അവിടെ പോയിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഓഫർ നോക്കിയിട്ടോ ഇനി പൈസ കുറഞ്ഞിട്ട് ആരും ചെയ്തു തരാം അങ്ങനെ പോയി ചെയ്യരുത്. കാരണം ആ ഒരു പൈസയ്ക്ക് അവർ ചെയ്യുള്ളൂ, മനസ്സിലായി? ആ ഒരു പൈസക്ക് നമുക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രീം ഹെയർ നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ നല്ലൊരു സലൂണിൽ പോയി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുക. അപ്പം എൻ്റെ തമ്പനയിൽ ഞാൻ കൊടുത്തത് ആദ്യം ഞാൻ ചെയ്ത ഫോട്ടോ ആണ്.
ആദ്യം ഞാൻ ചെയ്തായിട്ടുള്ള ഫോട്ടോ, പിന്നെ ഇപ്പം 6 മാസം കഴിഞ്ഞിട്ടുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. അന്നേരം ഒരു സിൽക്കിനെസ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞു, കാരണം നമ്മൾ ചെയ്താൽ എന്തായാലും ആ ഒരു അടിപൊളി തന്നെയായിരിക്കും. ഇപ്പോഴും എന്താ ഇവിടെ ഒരു ഒടിവ് വന്നതേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പം എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം അതെങ്കിൽ ചെയ്യുക. പിന്നെ ബാക്കി നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ 60 വാഷ് ചെയ്ത് പോവും, നിങ്ങളുടെ പഴയ മുടിയാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടൂലോ. എന്നോട് ഒരു 100-99% എന്നോട് പറഞ്ഞത് എനിക്ക് ഈ മുടിയാണ് ചേരുന്നത്. 1-2 പേര് മാത്രമേ എനിക്ക് കേളി ഹെയർ ചേരുന്നു പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. എനിക്ക് എന്തായാലും കേളി ഹെയർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് മുടി കെട്ടുന്നത്, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിതാണ്, എൻ്റെ ഈ ഒരു ഹെയറാണ് എനിക്കിഷ്ടം. അപ്പം ഇതെപ്പോൾ പോകുന്നത് എനിക്കറിയില്ല. ഞാൻ വീണ്ടും ചെയ്യാം, ഒരു വീഡിയോ കൂടി ചെയ്യാം ഇതെപ്പോഴാണ് പോകുന്നത് വെച്ചാൽ. കാരണം ഇതിപ്പോൾ എന്താ ഒന്നും മാറ്റമില്ല. അപ്പം ഇനി എപ്പോഴാണ് ഇത് പോകുന്നത്, അപ്പം ഞാൻ ഏത് മാസമാണെന്ന് വെച്ചിട്ട് ആ മാസം ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ വീണ്ടും ചെയ്യും. ഇനിയിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പോകുന്നെങ്കിലും എൻ്റെ പഴയ മുടി വന്ന് ഞാൻ വീണ്ടും ചെയ്യും. കാരണം എനിക്ക് ഈ മുടി ഭയങ്കര കോൺഫിഡൻസ് തരുന്നതാണ് എനിക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പം ഈ വീഡിയോ കാണുന്നവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുന്ന വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇത് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.